ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി ബിരിയാണി റെസിപ്പിയാണ്. കഴിക്കാൻ ഏറെ സ്വാദിഷ്ടമായ ഈ ഡേറ്റ്സ് ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ബിരിയാണിയിലേക്ക് ഒരു ഈത്തപ്പഴ സോസ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ 20 ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഈത്തപ്പഴം പുളിവെള്ളം ചേർത്തൊന്ന് നന്നായി അരച്ചെടുക്കണം. വെള്ളം കുറവുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അതിലേക്ക് മുളക് പൊടി, ചുക്കുപൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഈ കുറുക്കിയ സോസ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ബോണ്ട, കട്ട്ലറ്റ്, ദോശ, ഇഡ്ഡലി ഇതിനെല്ലാം യൂസ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാൻ 4 കപ്പ് റൈസ് ഹാഫ് അവർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. 6 കപ്പ് വെള്ളം തിളച്ചു വന്നപ്പോൾ അതിൽ ലെമൺ ജ്യൂസ്, നെയ്യ്, ഉപ്പ്, ഗരം മസാലകൾ ഇവ ചേർത്ത് ഈ ചോറൊന്ന് വറ്റി വന്നപ്പോൾ അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത ചൂടുവെള്ളം ചേർത്ത് ഞാൻ ഈ റൈസിനെ ഒന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള സവാളയും കാഷ്യൂ നട്ട്സും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിൽ കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തു. അതിൽ സവാളയും ഫ്രൈ ചെയ്തെടുത്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ബിരിയാണിക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടി ഉള്ളി ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ 2 സവാള നേരിയ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചതച്ചത് ചേർത്ത് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച തക്കാളി ചേർത്ത് ഒന്ന് ഉടയും വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് വഴന്ന് വന്നതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇനി ഇതിൽ നമ്മൾ ചേർക്കേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, ലെമൺ ജ്യൂസ് ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈത്തപ്പഴത്തിൻ്റെ സോസിൽ നിന്ന് ഒരു 5 ടേബിൾ സ്പൂണോളം സോസ് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കേണ്ടത് അല്പം മല്ലിയില, പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ചെറിയ തീയിൽ നമുക്ക് ഇതൊന്ന് ഹാഫ് കുക്കാക്കി എടുക്കണം. ഇതിൽ ഞാൻ ഇതുവരെ നെയ്യൊന്നും ചേർത്തിട്ടില്ല. ഇതിൽ കാണുന്നത് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന ലിക്വിഡാണ്. ഹാഫ് കുക്കായ റൈസ് ഇതിലിട്ട് നമ്മൾ ദമ്മ് ചെയ്യുമ്പോൾ ആ ബിരിയാണിക്ക് നല്ല ടേസ്റ്റും സ്മെല്ലും ഉണ്ടായിരിക്കും. കാരണം ഈ ചിക്കൻ്റെ ലിക്വിഡിൻ്റെ എഫക്റ്റ് ഫുള്ള് ആ ബിരിയാണിക്ക് നമുക്ക് കിട്ടും. ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്നത് പച്ചമുളക് കീറിയതും അല്പം മല്ലിയില, പുതിനയില, അല്പം ഗരം മസാലപ്പൊടി ഇത് ചേർത്തതിന് ശേഷം പകുതി റൈസ് ഇതിന് മുകളിൽ ഇട്ട് കൊടുത്ത് ഉള്ളി ഫ്രൈ ചെയ്തതും മല്ലിയില, പുതിനയില, ഗരം മസാലപ്പൊടി ചേർത്ത് ബാക്കിയുള്ള റൈസും കൂടെ ഇതിൻ്റെ മുകളിലിട്ട് ഞാൻ ഏറ്റവും മുകളിൽ ഇതിലിട്ടിക്കുന്നത് ബട്ടറാണ്. നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഉള്ളി ഫ്രൈ ചെയ്തതും അല്പം റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ആവി വരും വരെ ഫുള്ള് തീയിലും
ആവി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ തീയിലും ദം ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് യൂസ്